കോഴിക്കോട് ഫറൂഖിൽ ടാങ്കർ ലോറി തൊഴിലാളികളുടെ മിന്നൽ പണിമുടക്ക്. സമരം മൂലം ഫറൂഖ് പ്ലാന്റിൽ നിന്നുള്ള ഇന്ധന വിതരണം പൂർണ്ണമായി തടസ്സപ്പെട്ടു. വടക്കൻ കേരളത്തിലെ 6 ജില്ലകളിൽ ഇന്ധനക്ഷാമത്തിന് സാധ്യത. ഇന്നലെ വൈകുന്നേരം പ്ലാന്റിൽ നിന്നും പോയ ടാങ്കറിന്റെ ടയറുകൾ ബൈക്കിലെത്തി യുവാക്കൾ നശിപ്പിച്ചിരുന്നു. അക്രമികൾക്കെതിരെ പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. രമ്യദാസാണ് വിശദാംശങ്ങൾ നൽകുക. രമ്യ, വിശദാംശങ്ങൾ പറയും. കോഴിക്കോട് ഫറൂഖിൽ ടാങ്കർ ലോറി തൊഴിലാളികളുടെ മിന്നൽ പണിമുടക്ക്. സമരം മൂലം ഫറൂഖ് പ്ലാന്റിൽ നിന്നുള്ള ഇന്ധന വിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടു. രമ്യ വിവരങ്ങൾ നൽകും. രമ്യ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഗൗതം, ഈ കോഴിക്കോട് ഫറൂഖ് പ്ലാന്റിൽ നിന്നുള്ള ഇന്ധന വിതരണമാണ് പൂർണ്ണമായും ഇപ്പോൾ നിലച്ചിരിക്കുന്നത്. അതായത് ഇതിനെ ആസ്പദമായ സംഭവം, ഇന്നലെ വൈകിട്ടോടെ ഈ ഫറൂഖ് പ്ലാന്റിൽ നിന്നും മട്ടന്നൂരിലേക്ക് ഒരു ടാങ്കർ ലോറി പുറപ്പെട്ടിരുന്നു. ഈ ടാങ്കർ ലോറി ഏകദേശം തൊണ്ടയാട് ബൈപ്പാസിനടുത്ത് എത്തിയപ്പോൾ ഇരുചക്ര വാഹനത്തിലെത്തിയ 2 യുവാക്കൾ വണ്ടി തടഞ്ഞു നിർത്തുകയും തുടർന്ന് വാഹനത്തിൻ്റെ പിന്നിലെ ടയർ കത്തി ഉപയോഗിച്ച് കുത്തിപ്പൊളിക്കുകയും ഈ ഡ്രൈവറായിട്ടുള്ള നിതിനെ ഭീഷണിപ്പെടുത്തുന്ന സംഭവമെല്ലാം ഉണ്ടായി. തുടർന്ന് നിതിൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് പോലീസിൽ ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ കാര്യക്ഷമമായി പോലീസ് ഇടപെട്ടില്ലെന്നും കൃത്യമായി തന്നെ ഇവർക്കെതിരെ നടപടിയെടുത്തെന്നും ആരോപിച്ചുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഈ ഫറൂഖ് പ്ലാനിലെ ടാങ്കർ ലോറി ഡ്രൈവേഴ്സ് ഉൾപ്പെടെയുള്ള അവർ പണിമുടക്കിലേക്ക് പോയിട്ടുള്ളത്. ഏകദേശം 300ഓളം തൊഴിലാളികളാണ് നിലവിൽ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. അതായത് ഈ യുവാക്കൾക്കെതിരെ കൃത്യമായി തന്നെ മെഡിക്കൽ കോളേജ് പോലീസ് നടപടിയെടുത്തില്ല എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഇവരുടെ ആരോപണമുള്ളത്. അതായത് ഈ അക്രമികളെക്കുറിച്ച് പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുക്കുന്നില്ല എന്നുള്ളതാണ് വിഷയം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ പണിമുടക്ക് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നിരവധി വാഹനങ്ങളാണ് ഈ പ്ലാനിന് പുറത്ത് കിടക്കുന്നത്. കാരണം ഈ ഒരു പണിമുടക്കുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഏകദേശം 6 ജില്ലകളിലേക്കുള്ള ഇന്ധന വിതരണമാണ് ഇപ്പോൾ നിലവിൽ പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുള്ളത്. ഗൗതം. ഓക്കെ, രമ്യദാസാണ് വിശദാംശങ്ങൾ കോഴിക്കോട് നിന്ന് നൽകിയത്.